എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണയെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ ദൈവത്തോട് നമുക്ക് അടുപ്പം പോകും. ദൈവത്തോട് നമുക്ക് വളരെ വലിയ അടുപ്പം പോകും. വിശുദ്ധ ഫൗസ്റ്റീന ദൈവത്തോട് ഇടയ്ക്കിടയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുകയും സംസാരിക്കുന്ന ഒരാളാണ് വിശുദ്ധ ഫൗസ്റ്റീന. വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് വിശുദ്ധ ഫൗസ്റ്റീന ഈശോയോട് ചോദിച്ചു, കർത്താവെ, ഞാൻ മടുത്തു. ഞാൻ ഒരേ പാപം തന്നെ പല ആവർത്തി ചെയ്യുന്നു. എത്രമാത്രം ഇത് റിപ്പീറ്റ് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതേപോലെ എനിക്ക് ചില സ്വഭാവമുണ്ട്, തർക്കദോഷങ്ങളുണ്ട്. ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഈശോ ഫൗസ്റ്റീനയോട് പറഞ്ഞു. ഈശോ ഫൗസ്റ്റീനയോട് പറഞ്ഞാണ്, ഞാൻ എത്രമാത്രം ക്ഷമിച്ചു എന്നതിന്റെ കണക്ക് ഞാൻ സൂക്ഷിക്കുന്നില്ല. ഞാൻ എത്രമാത്രം ക്ഷമിച്ചു എന്നതിന്റെ കണക്ക് ഞാൻ സൂക്ഷിക്കുന്നില്ല. ഫൗസ്റ്റീന ഡയറിയിൽ 1059 ഖണ്ഡിക, ഫൗസ്റ്റീന ഡയറിയിൽ 1059 ഖണ്ഡിക. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പാപിയും ബലഹീനനുമായ ആത്മാവ് എന്നെ സമീപിക്കാൻ ഭയപ്പെടണ്ട. ആ ആത്മാവിന്റെ പാപങ്ങൾ ലോകത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളെക്കാളും അധികമാണെങ്കിൽ പോലും അവയെല്ലാം അത്യഗാധമായ എന്റെ കരുണയുടെ അഗാധതയിൽ ആണ്ടുപോകും എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ പാപത്തിന്റെ കണക്കെടുത്താൽ ലോകത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെക്കാളും അധികമായി വരുന്ന പാപമുള്ള ഒരു ആത്മാവ് ഇവിടെ ഉണ്ടെന്ന് ഇരിക്കട്ടെ. കർത്താവ് വെളിപ്പെടുത്തുകയാണ്, ഈ ലോകത്തിലെ മുഴുവൻ മണൽത്തരികളെക്കാളും നിങ്ങളുടെ പാപത്തിന്റെ അളവ്, എണ്ണം കൂടിയിരിക്കുന്ന ഒരു ആത്മാവാണ് നിങ്ങളെങ്കിൽ പോലും അവർ എന്റെ അരികിൽ വന്നാൽ എന്റെ കരുണയുടെ അഗാധതയിൽ നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും ആഴ്ന്നു പോകും. നിങ്ങൾക്ക് കൃപ ലഭിക്കുകയും ചെയ്യും. അത്രമാത്രം വലിയ കരുണയാണ് കർത്താവ് ഓരോ ആത്മാവിനോടും കാണിക്കുന്നത്. നല്ല സ്വരം പറഞ്ഞു, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ കുറിച്ചുള്ള തെറ്റായ അറിവ് നിങ്ങളുടെ ജീവിതത്തെ തകിടം മറിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. എഴുന്നേറ്റ് തന്നെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സമയം കർത്താവോട് പറയാണ്, കർത്താവേ, അങ്ങയുടെ ഹൃദയത്തെ കുറിച്ച് നന്നായിട്ട് അറിയാൻ എന്നെ അനുഗ്രഹിക്കണം. കർത്താവ് ഈ സമയം തന്നെ കൃപയുടെ ആത്മാവിനെ നമ്മുടെ മേൽ നിവേശിപ്പിക്കണം. ഈ ദിവസങ്ങളെല്ലാം വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവിടുന്ന് നമ്മുടെ മേൽ ഭക്ഷിച്ചു. അതിന് നമുക്ക് ഹൃദയപൂർവ്വം നന്ദി പറയാം. ഈ ജെറുസലത്തെ ആലയത്തിൽ മാസത്തോറും വരുന്നവരുണ്ട്, ആഴ്ചതോറും വരുന്നവരുണ്ട്. ഓരോ തവണയും ദൈവം നമ്മുടെ ആത്മാവിൽ സ്വർഗത്തിന്റെ ദാനങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്. അതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. നല്ല സ്വരത്തിൽ ഒന്നുകൂടെ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സമയം ഇങ്ങനെ വലിയ തരത്തിലുള്ള നിരാശയും പ്രയാസമുള്ള ആത്മാക്കളുടെ മേൽ കൃപ നൽകാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഈ രക്ഷപ്പെടുമോ? എൻ്റെ ഇത്രയും പാപങ്ങൾ ഇത്രയും കാലമായിട്ട്. ഒരു മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ 84 വയസ്സായി. അദ്ദേഹം പറയാണ്, എൻ്റെ പാപം ഇനിയും പോയിട്ടില്ല, ഞാൻ എന്ത് ചെയ്യും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഓരോ ആത്മാവിനോട് പറയുന്നത് എങ്ങനെയാണ്? നിന്റെ ദുരിതാവസ്ഥ, ഇതൊരു ദുരിതാവസ്ഥ. 84 വയസ്സായി, ചെറുപ്പം തൊട്ടുള്ള തർക്കദോഷമാണ്, പോയിട്ടില്ല. ഒരു ദുരിതാവസ്ഥ തന്നെയാണ്. ഫൗസ്റ്റീന ഡയറിയിൽ 1182 പറഞ്ഞെങ്ങനെയാണ്? നിന്റെ ദുരിതാവസ്ഥ എന്റെ കരുണയ്ക്ക് തടസ്സമല്ല. ഒരു ആത്മാവിന്റെ ദയ
അത്രയും കൂടുതൽ കരുണ ആ ആത്മാവിന് അവകാശമാണ്. ആത്മാവിന്റെ 7ാം ക്ലാസ് തൊട്ട് ഒരു തട്ടകോട്ടം വന്നു. 84 വയസ്സായിട്ടും എല്ലാ പ്രാവശ്യവും ഉപസ്ഥാനത്തിൽ പറയുന്നുണ്ട് അത് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ 84 വയസ്സായിട്ടും എന്ന് പറഞ്ഞാൽ കിടക്കണം. എന്നിട്ട് പോലും ആ തട്ടകോട്ടം പോയിട്ട് ഈ ആടിന്റെ കാലൊക്കെ ചിലപ്പോൾ ഒഴുകി കിടക്കായിരിക്കും. അതിനെ നിരപ്പുള്ള പാത കൊണ്ടുവന്ന് നിർത്തുന്നതും ഇടയം തന്നെയാണ്. ഈ ആടല്ല നിരപ്പുള്ള പാത കണ്ടുപിടിക്കുന്നത്. ഈ ആടല്ല കാല് നല്ല വിധത്തിൽ കൊണ്ടുപോകാൻ പറ്റിയ അല്ലെങ്കിൽ സ്വച്ഛമായി കിടക്കാൻ പറ്റിയ സ്ഥലം കണ്ടുപിടിക്കുന്നത്. ഇടയനാണ് ഈ ആടിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അങ്ങനത്തെ ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് നിർത്താം. ആരും ദൈവത്തിന്റെ കരുണയെ സംശയിക്കാതിരിക്കട്ടെ. ഒരു വ്യക്തിയുടെ പാപങ്ങൾ രാത്രി പോലെ ഇരുണ്ടതാണെങ്കിലും അത് ദൈവത്തിന്റെ കരുണ നമ്മുടെ ദുരിതങ്ങളെക്കാൾ ശക്തമാണ്. ഒരു കാര്യം മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. നീ ആഗ്രഹിക്കുക, തിരിച്ചു നടക്കാൻ ആഗ്രഹിക്കുക. നീ എന്താണ് എന്നുള്ളതല്ല, നീ എന്താ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. കൈകൾ ഉയർത്തി കുറച്ചു നേരം ദൈവത്തിന്റെ കരുണയെ സംശയിച്ചതിനെ ഓർത്ത് മാപ്പ് ചോദിക്കാം. ദൈവത്തിന്റെ കരുണയെ ഹൃദയം അംഗീകരിക്കാൻ ഒരു ത്വരവി തരണമെന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ ആത്മാവ് ഏത് ദുരിതാവസ്ഥയിലാണെങ്കിലും ഇങ്ങനെ വിചാരിക്കണം, എന്റെ കർത്താവിന് എന്നെ ഈ ദുരിതാവസ്ഥയിൽ കരുണ ഭക്ഷിച്ച് എന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. എന്നെ അന്വേഷിക്കാൻ കഴിയുകയില്ലേ? ഞാൻ നശിച്ചു പോകുമോ? ഞാൻ നരകത്തിൽ ഉപദ്രവിക്കുമോ? ഇതിനെ വേദനിക്കുന്ന ആത്മാവിനെ ഹൃദയം സമർപ്പിക്കുന്നത് എനിക്ക് അനുതാപം കിട്ടുന്നില്ലല്ലോ, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്റെ ആത്മാവിന്റെ സ്ഥിതി എന്താണ്? നിരാശ കൊണ്ടുവരുന്ന ആത്മാക്കളെ ഇപ്പോൾ ഈ സ്വർഗത്തിലേക്ക് വ്യാപരിക്കട്ടെ. ഓരോ ആത്മാവിനെ കഴുകണമേ, ആത്മീയ നൈരാശ്യങ്ങൾ കഴുകണമേ, മനസ്സിന്റെ നിരാശ കഴുകണമേ, ആത്മാവിന്റെ ബലഹീനതകൾ കഴുകണമേ, ആത്മാവിന്റെ വേദന വെച്ചെടുക്കണമേ. ഈശോ കൂടെ കൊണ്ടാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗെത്സമേൻ തോട്ടത്തിൽ പട്ടാളക്കാർ വന്ന് യേശുവിനെ ആക്രമിച്ചു. യേശുവിന്റെ കൈകളിലും കാലുകളിലും ചങ്ങലയിട്ടു. ഈ സമയത്ത് പത്രോസ് ഒറ്റ ഓട്ടം, പത്രോസ് ഒറ്റ ഓട്ടം. എന്നാൽ സ്നേഹിക്കുന്ന ഒരു ശിഷ്യൻ കുറച്ചേരം പിടിച്ചു നോക്കി, അദ്ദേഹം അവസാനം തുണി ഒഴിച്ചു പോയി. പിന്നെ പത്രോസിനെ അവിടെ കാണാൻ.
ഭാഗമായി ഈശോയെ ചങ്ങലവിടുന്നു, വലിക്കുന്നു, അടിക്കുന്നു, ഈശോയെ അപഹസിക്കുന്നു, തുപ്പുന്നു, താടിക്ക് പിടിക്കുന്നു, അങ്ങോട്ട് കൊണ്ടിട്ട് കയറിട്ട് കെട്ടി വലിക്കുന്നു, പീലാത്തോസിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, പീലാത്തോസിന്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു, എല്ലാ തരത്തിലുള്ള പീഡനങ്ങളുണ്ട്. അപ്പോഴൊന്നും ഈ പത്രോസ് ഇല്ല. പത്രോസ് കുറെ അപ്പുറത്തുണ്ട്. പത്രോസിന് പോണമെന്നുണ്ട്, പക്ഷെ ഭക്ഷണമില്ല. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അടികൊള്ളാൻ താല്പര്യമില്ല. കാര്യമില്ല. ഞാൻ മീൻ പിടിക്കാൻ പോകും നോക്കി ഒന്ന് പറയാം, ഒന്നായിട്ട് ഈ ഗുരുവിനെ തള്ളിമായി. പത്രോസിനോ ഞാൻ മീൻ പിടിക്കാൻ പോകുമെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഈ ബാക്കിയുള്ള എല്ലാവരും കൂടെ പറഞ്ഞു ഞങ്ങളും നിന്റെ കൂടെ വരികയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് പിളർന്നാൽ കുറച്ചു ഭാഗമെങ്കിലും അവിടെ കൂടെ നിൽക്കും. ഇത് 100% പേരെ പിളർത്തിക്കൊണ്ട് പോയി. ഏതെങ്കിലും പാർട്ടികൾ ഈശോയുടെ മുഴുവൻ ശിഷ്യന്മാരെയും കൊണ്ട് പത്രോസ് പോയി, പഴയ ജീവിതത്തിലേക്ക് പോയി. ഈശോയെ കാത്തിരിക്കാനോ ശക്തിയോടെ പറയാൻ വേണ്ടി ഇവിടെ ഇരിക്കാനൊന്നും അവർക്ക് പറ്റില്ല. അങ്ങനെ ആ രാത്രി മുഴുവനും ഒരു പഴയ വള്ളവും പഴയ വലയും പഴയ വഞ്ചിയൊക്കെ എടുത്ത് അങ്ങനെ കടലിലൂടെ നടക്കുകയാണ്. 2-3 വർഷമായി മീൻ പിടിച്ച് ആ ശീലം പോയിട്ട് പണ്ടത്തെ പോലെ ഒന്നും മീൻ കിട്ടുന്നില്ല. രാത്രി മുഴുവൻ വല വീശിയിട്ട് അവരുടെ മീൻ കിട്ടിയില്ല. അവർ പഴയ ജീവിത രീതിയിലേക്ക് പോയി. നിങ്ങൾ കൺവെൻഷൻ കൂടി ആദ്യം ഒരു ആവേശത്തിൽ ധ്യാനം കൂടി ആവേശത്തിൽ കർത്താവിനെ സ്വീകരിച്ചു. പക്ഷേ കർത്താവിന്റെ കൂടെയുള്ള യാത്രയിൽ ആത്മാവിൽ തകർന്ന വേദനയോടെ ഇരിക്കുന്ന ദൈവങ്ങളെ കർത്താവ് കാണുന്നുണ്ട്. പത്രോസും മറ്റു ശിഷ്യന്മാർക്കെല്ലാം പഴയ ആ ജീവിത രീതിയിലേക്ക് പോയി. ആ രാത്രി മുഴുവനും കൈത്തുന്ന അനുഭവമാണ്. രാത്രി ഉയർത്തെഴുന്ന യേശു അവിടെ വന്നു. പക്ഷെ സമയപ്പോ ഈശോ കടൽക്കരയിൽ നിന്ന് നോക്കി തന്റെ പ്രിയപ്പെട്ട മക്കൾ ഇപ്പൊ പഴയ ആ സ്വഭാവത്തിൽ ഇങ്ങനെ താളത്തിലേക്ക് നടക്കുക. അവരിങ്ങനെ പഴയ ജീവിതം ഉപേക്ഷിച്ചു പോയ വെള്ളം ഉപേക്ഷിച്ചു പോയ വലയും ഉപേക്ഷിച്ചു പോയ രീതികളെല്ലാം വീണ്ടും എടുത്ത് അവർ പഴയ വഴിക്ക് പോവുകയാണ്. ഈശോയ്ക്ക് ഹൃദയം നോക്കും. ഈശോ കടൽക്കരയിൽ നിന്ന് അവരെ നോക്കി ഉച്ചത്തിൽ വിളിച്ചു, മക്കളെ. ആ വിളി കേട്ടവരാണ് വേഗം അത് നമ്മുടെ കർത്താവാണ്. ആള് വേഗം അവിടെ തുണിയെടുത്ത് ചുറ്റി അടുത്തേക്ക് ചാടി പിടിച്ച് അദ്ദേഹം നീന്തിക്കരയിലെത്തി. മറ്റു ശിഷ്യന്മാർ പിന്നെ വള്ളവും വലയൊക്കെ ആയിട്ട് അവരെത്തി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ പറയാണ്, താങ്കൾ ഞാൻ നിന്നെ ഏൽപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ആഗ്രഹിക്കാത്ത ശരിക്കും ന്യായമായി ആഗ്രഹിക്കുന്നത് നല്ല ശാസനയും നല്ല താക്കീതും പണിഷ്മെന്റും ശിക്ഷണ നടപടിയൊക്കെയാണ്. അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും ഇതൊന്നും ഈശോ മനസ്സില്ല. ഈശോ പറയാണ്, എന്റെ സഭയുടെ ഉത്തരവാദിത്വം ഞാൻ നിന്നെ ഏൽപ്പിക്കുക. താക്കോൽ ഞാൻ നിനക്ക് തരുക. ഈശോയുടെ ആ സഭയുടെ താക്കോൽ ആദ്യകാലം പത്രോസ് കൈകൂട്ടി വാങ്ങുന്ന യോഗ്യനല്ല. ഈശോ തന്റെ പോക്കറ്റിൽ വെച്ചു, ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ. എഴുന്നേറ്റ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്ദികളിന്റെ കർത്താവിനെ ഉപേക്ഷിച്ചതിന്റെ ചരിത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ ഉണ്ടെങ്കിൽ ഈശോയ്ക്ക് ഇന്ന് പറയാനുള്ളത് അതിലും വലുതാണ്. അവിശ്വസ്തതയുടെ മുറിവുകളും ഹൃദയത്തെ നൽകുന്ന ഒരുപാട് പേരെ കർത്താവ് തൈലം പൂശി സുഖപ്പെടുത്തുന്ന സമയമാണ്. ഈ സമയം 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവെ, ഒന്നും അവകാശപ്പെടാനില്ല, ഒരു ഇടങ്ങളിൽ പോകുന്നത് പോലെ വീടുപോയവരാണ് ഞങ്ങൾ. ഒന്നും പ്രത്യേകിച്ച് അവകാശപ്പെടാനില്ല. അങ്ങയുടെ കരുണ മാത്രമാണ്, അങ്ങയുടെ കരുണ മാത്രമാണ്, അങ്ങയുടെ കരുണ മാത്രമാണ് ഇന്ന് ഞങ്ങളിവിടെ നിർത്തിയിരിക്കുന്നത്. കർത്താവെ, അങ്ങയുടെ കരുണ, അങ്ങയുടെ കരുണയെ മനസ്സിലാക്കാൻ സഹായിക്കണം. അങ്ങയുടെ കരുണയെ ഓർക്കാൻ സഹായിക്കണം. എന്നോട് കാണിച്ചിട്ടുള്ള അങ്ങനത്തെ കരുണയെ ഓർക്കാൻ സഹായിക്കണം. കർത്താവെ, ഈ
ഇങ്ങനെ കലങ്ങി പറഞ്ഞ അവസ്ഥയിൽ ജ്ഞാനം കൂടിക്കൊണ്ടിരിക്കുന്ന 7 വ്യക്തികളുണ്ട്. കുടുംബത്തിലെ ആ പുരാവസ്ഥ കർത്താവ് മാറ്റി അനുഗ്രഹിക്കായി ബലപ്പെടുത്തുന്നു. കൃപയുള്ള നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും ഓരോരുത്തരെയും പ്രത്യേകം ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആമേൻ. ആമേൻ.